ശ്രീമദ് ഭാഗവതം ക്ലാസ് 257. നമ്മൾ സ്കന്ധം 10 രണ്ടാമത്തെ ഭാഗത്തിൽ 55-ാമത്തെ അധ്യായമാണ്. ഇത് ശംബരാസുര വധമാണ്. അതായത് പ്രദ്യുമ്നൻ്റെ, കൃഷ്ണൻ്റെ പുത്രനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പം നമുക്ക് കഥയിലേക്ക് ആദ്യം കടക്കാം. ഒന്നിൽ ശ്രീ ശുകൻ പറയുകയാണ്, ശ്രീ വാസുദേവന്റെ അംശവും ശിവകോപത്തിൽ ദപ്പിക്കപ്പെട്ടവനുമായ കാമദേവൻ വീണ്ടും ശരീരം ലഭിക്കുവാൻ വാസുദേവനെ പ്രാപിച്ചു. ഇപ്പൊ കാമദേവൻ പണ്ടുണ്ടായിരുന്നു, ആ ഒരു കഥ വേറെയാണ്. എന്നാലും ഇപ്പോഴില്ല. അതായത് ഈ പറയുന്ന സമയത്ത് ഇല്ല, ഭസ്മമായി പോയിരിക്കുകയാണ്. ആരാണ് ഈ കാമദേവൻ? കാമദേവൻ എന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ കാമം ഉണ്ടാക്കുന്ന കക്ഷി. അതായത് യഥാർത്ഥ സ്നേഹം, പ്രേമം, നമ്മൾ ഈ പറയുന്ന പ്രേമം ഉണ്ടല്ലോ, ശരിയായ പ്രേമം ഉണ്ടാക്കുന്ന, ആണിനെയും പുരുഷനെയും ചേർക്കുന്ന ആ ശക്തിവിശേഷത്തെയാണ്, എല്ലാം മുകളിൽ നിന്നുള്ള ശക്തിവിശേഷം തന്നെയാണ് എല്ലാം തീരുമാനിക്കുന്നത്. എന്തിനാണ് മനുഷ്യരെ തമ്മിൽ ചേർക്കുന്നത്? കുട്ടികളുണ്ടാകാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാത്തിൻ്റെ പിന്നിലും ആ ശക്തിവിശേഷമാണ്. അങ്ങനെ ഏകോപിപ്പിക്കുന്ന ശക്തിവിശേഷത്തെയാണ്, പ്രേമം ജനിപ്പിക്കുന്ന ശക്തിവിശേഷത്തെയാണ് കാമദേവൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ആ കാമദേവൻ കുറേ കാലമായിട്ട് ഭസ്മമായിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ ആദ്യേ വീണ്ടും ശരീരം ലഭിക്കുവാൻ വാസുദേവനെ പ്രാപിച്ചു. അപ്പൊ കൃഷ്ണന്റെ ഭരണം വന്നപ്പോഴാണ്, കൃഷ്ണനൊരു വ്യവസ്ഥിതി ഉണ്ടാക്കിയല്ലോ, അപ്പോഴാണ് കാമദേവൻ വരുന്നത്. കാമദേവന് പ്രാധാന്യം അപ്പോഴേ ഉള്ളൂ. അപ്പോൾ അതിലിടക്കൊന്നും കാമവും പ്രേമവും ഒന്നും ഇല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അതുവരെയുള്ളത് കാമുവല്ല പ്രേമവുമല്ല. അത് നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ. രുക്മിണീനെ ശിശുപാലനാണ് അച്ഛനും സഹോദരനും എല്ലാം കൂടിയിട്ട് കെട്ടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. നമുക്കറിയാം, ഇന്നുള്ള നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലും യഥാർത്ഥത്തിൽ അവിടെ കാമത്തിനൊന്നും വലിയ പ്രശസ്തിയൊന്നുമില്ല. ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് അച്ഛൻ തീരുമാനിക്കും, എല്ലാ അച്ഛനും അമ്മയും കൂടി തീരുമാനിക്കും, എല്ലാ സഹോദരന്മാർ തീരുമാനിക്കും. എന്നിട്ട് അങ്ങ് കെട്ടി തലയിൽ വെച്ചു കൊടുക്കുക, നീ കൊണ്ട് നടന്നോ എന്നും പറഞ്ഞു. അവിടെ എന്ത് കാമമാണുള്ളത്? അങ്ങനെയല്ല, മനസ്സിന് ഇഷ്ടപ്പെട്ടവർ തമ്മിൽ വേണം വിവാഹം കഴിക്കാൻ. ഇന്നത്തെ സമൂഹത്തിൽ പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? മനുഷ്യനെ വിഘടിച്ച് പലതാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. സ്വന്തം ഇഷ്ടത്തിന് സെലക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം മനുഷ്യരിലെ ജാതിപരമായിട്ടും മതപരമായിട്ടും എല്ലാം വിഘടിച്ച് മാറ്റിയിട്ടുണ്ട്. പണമുള്ളവൻ, പണമില്ലാത്തവൻ, നല്ല ഉദ്യോഗമുള്ളവൻ, അധികാരമുള്ളവൻ, ഇങ്ങനെ പലതായി തിരിച്ചതുകൊണ്ട് മക്കൾക്ക് പ്രേമിച്ചിട്ട് കല്യാണം കഴിക്കാൻ വിട്ടു കഴിഞ്ഞാൽ ചിലപ്പം വല്ല പിച്ചക്കാരനെയും പ്രേമിച്ചു വന്നു കഴിഞ്ഞാലോ എന്നുള്ള ഭയം കൊണ്ട്, അല്ലെ അന്യമതം, അന്യജാതി, അതുകൊണ്ട് ആണ് ഈ റെസ്ട്രിക്ഷൻ ഉണ്ടാവുന്നത് എന്ന് കഴിഞ്ഞതിലും പറഞ്ഞു. യഥാർത്ഥത്തിൽ വേണ്ടത് എന്താണ്? അവരവർക്ക് ഇഷ്ടമുള്ളത് കെട്ടുക, സമയത്തുമ്പോൾ അവരവർക്ക് വേണ്ടത് അവർ കെട്ടിപ്പോയിക്കോളൂ. അവിടെയാണ് കാമത്തിൻ്റെ പ്രാധാന്യമുള്ളത്. അതാണ് കൃഷ്ണൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വ്യവസ്ഥിതിയിലാണ്, അദ്ദേഹത്തിൻ്റെ ലോകത്ത് സംഭവിക്കാൻ പോകുന്നതാണ്. അതിനു മുമ്പിൽ അതായിരുന്നില്ല. അപ്പോഴാണ് അങ്ങനെ ഒരു വ്യവസ്ഥിതിയിലെ, അപ്പോൾ ഇന്നുള്ള വ്യവസ്ഥിതി എന്നെല്ലാം പറയുന്നത്, വിവാഹം എന്ന് പറയുന്നത് ഒരു കച്ചവടമാണ്, ഒരു എഗ്രിമെൻ്റ് ആണെന്നാണ് പറയുന്നത്. ഒരു വിവാഹവും നമ്മൾ തമ്മിൽ അങ്ങ് ജീവിച്ചോളാം എന്നുള്ള ഒരു എഗ്രിമെൻ്റ്. അങ്ങനെ അഗ്രിമെൻറ്റിലുള്ളതല്ല യഥാർത്ഥ വിവാഹം. യഥാർത്ഥ വിവാഹം മനസ്സിന് ഇഷ്ടപ്പെട്ടവർ തമ്മിൽ ജീവിക്കുക. അവിടെയാണ് കാമദേവന് പ്രാധാന്യമുള്ളൂ. ഈ കാമദേവൻ ഇതുവരെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അപ്പോൾ ലോകത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗത്ത്
എല്ലാവരും തുല്യമായി കാണുന്ന ഭാഗവതം പറയുന്ന സ്ഥലം. മറ്റിടത്ത് എല്ലാവരും തുല്യമല്ല, എല്ലാത്തിനെയും വിഭജിച്ച് എത്രമാത്രം തമ്മിൽ കണ്ടുകൂടാത്ത തരത്തിൽ വിഭജിച്ച് മാറ്റാൻ പറ്റുമോ? ജാതിയും മതവും വെച്ച്, ഉദ്യോഗത്തിലെ വ്യത്യാസങ്ങൾ, അധികാരസ്ഥാനത്തിൽ, ഇതെല്ലാം പോകണം. വസുദേവ കുടുംബം എന്നൊരാശയത്തിലേക്കാണ് കൃഷ്ണൻ കൊണ്ടുപോകുന്നത്. പക്ഷെ അങ്ങനെയുള്ള ഒരു വ്യവസ്ഥിതിയിൽ ആര് മകള് ആരെ കല്യാണം കഴിക്കുന്നതിനൊന്നും ആർക്കും ഒരു വിഷമവും ഉണ്ടാവില്ല. കാരണം എന്താണ്? എല്ലാവരും തുല്യരാണ്. അങ്ങനെയുള്ളൊരു വ്യവസ്ഥിതിയാണ് അവിടെ ഉള്ളത്. ആരും വലിയവനോ താഴെയവനോ ഒന്നുമില്ല. പിന്നെ ആരെ കെട്ടിയാലും എന്താണ്? ജാതിയുമില്ല, മതവുമില്ല, ഒരു സിസ്റ്റവും ഇല്ല. അങ്ങനെയുള്ളൊരു വ്യവസ്ഥിതിയിൽ എന്തു പറ്റും? ആർക്കും അവരവർക്ക് ഇഷ്ടമുള്ളവരെ കല്യാണം കഴിക്കുക. അപ്പോഴാണ് കാമദേവൻ ഉദയം ചെയ്യുന്നത് ആ കാലത്തിൻ്റെ മക്കളായിക്കൊണ്ട്. അതുകൊണ്ടാണ് മുൻപ് ഭസ്മമായി തീർന്ന, ആ കഥ വേറെയുണ്ട്, തീർന്ന കാമദേവൻ വീണ്ടും ശരീരം ലഭിക്കുവാൻ വാസുദേവനെ പ്രാപിച്ചു. അതേ കാമദേവൻ ഭഗവാന്റെ രേതസ്സിൽ നിന്നും രുക്മിണിയിൽ പ്രത്യുമ്നനെ ജനിപ്പിച്ചു. അങ്ങനെയാണ് അതിൽ നിന്ന് കാമദേവൻ പ്രത്യുമ്നായിട്ട് ജനിച്ചത്. അപ്പം പ്രത്യുമ്നും എങ്ങനെ തന്നെയാണ് ഈ കൃഷ്ണന്റെ മാതിരി തന്നെ, അത് പിന്നെ പറയുന്നുണ്ട്. എന്നിട്ട് ഇച്ഛ പോലെ സ്വരൂപം മാറ്റുവാൻ കഴിവുള്ള ശംഭരാസുരൻ പ്രത്യുമ്നൻ തന്റെ ശത്രുവായ കാമദേവനാണെന്നറിഞ്ഞ് ജനിച്ച 10 ദിവസം തികഞ്ഞിട്ടില്ലാത്ത കുട്ടിയെ അപഹരിച്ച് സമുദ്രത്തിൽ എറിഞ്ഞു സ്വഗൃഹത്തിലേക്ക് പോയി. ആ കാലഘട്ടം അത്ര പെട്ടെന്നൊന്നും വരില്ല. അതുകൊണ്ടാണ് കൃഷ്ണനിലൂടെയാണ് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായതെങ്കിലും അതൊരു പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല. ക്രമത്തിലെ ആ ഒരു അവസ്ഥയിലേക്ക് വരികയുള്ളൂ. മാറ്റം മനുഷ്യ പെട്ടെന്ന് ഒരു അവസ്ഥയിലേക്കൊന്നും മാറില്ല. അതുകൊണ്ട് പറയുകയാണ്, സ്വന്തം ഇച്ഛ പോലെ സ്വരൂപം മാറ്റുവാൻ കഴിവുള്ള ശംഭരാസുരൻ പ്രത്യുമ്നൻ തന്റെ ശത്രുവായ കാമദേവനാണെന്നറിഞ്ഞ് ജനിച്ച് 10 ദിവസം തികയുന്നതിന് മുമ്പ് കുട്ടിയെ അപഹരിച്ച് സമുദ്രത്തിൽ എറിഞ്ഞു. എന്നിട്ട് സ്വഗൃഹത്തിലേക്ക് പോയി. അപ്പൊ അവന്റെ കഥ പിന്നീട് പറയുന്നുണ്ട് വ്യക്തമായിട്ട്. അപ്പൊ അതിലോട്ട് നമുക്ക് കഥയിലേക്ക് തന്നെ പോവാം. 4:5 ആ കുഞ്ഞിനെ വലിയൊരു മത്സ്യം വിഴുങ്ങി. ഇതെല്ലാം കഥയിലുള്ള കാര്യങ്ങളാണ്. അത് ഒരു മുക്കുവന്റെ വലയിൽ കുടുങ്ങി. ആ മുക്കുവൻ അതിനെ ശംബരന് നൽകി. ആ മുക്കുവൻ അതിനെ പിടിച്ചിട്ട് ശംബരനാണ് കൊടുത്തത്. പാചകക്കാർ അതിൻ്റെ അകത്ത് കീറി മുറിക്കുമ്പോൾ അതിൻ്റെ വയറ്റിൽ നിന്നും ഒരു കുട്ടിയെ കണ്ടെത്തി. അങ്ങനെ അത് മായാവതിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ശംബരൻ്റെ ഭാര്യ മായാവതിക്ക് ആ കുട്ടിയെ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പം മനസ്സിൽ സംശയം തോന്നിയതിനാൽ നാരദ മഹർഷി വന്നിട്ട്, എപ്പം മനസ്സിലൊക്കെയാണല്ലോ നിഗമനങ്ങളിലേക്ക് എത്തുക, അതാണ് നാരദ മഹർഷി വന്നിട്ട് അവൻ്റെ ചരിതം പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഒരു കഥ അവിടെ ഉണ്ടാക്കി വെക്കുകയാണ്. എന്താണ് ചരിതം? അവള് രതി എന്ന കാമദേവന്റെ പത്നിയായിരുന്നു. ആര്? ഈ മായാദേവി. അപ്പൊ അന്ന് ഭസ്മമാകുന്ന സമയത്ത് കാമദേവൻ ഭസ്മമാകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു ആര്? ഈ രതി. രതിയാണ് ഇവിടെ മായാദേവിയായിട്ട് ശംബരന്റെ ഭാര്യയായിട്ട് ഇരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് ഇവിടെ പറയുന്നില്ല, എങ്കിലും അത് പറയാതെ പോയ കഥ പൂർണ്ണമാവില്ല. അതുകൊണ്ട് രതിയുടെ ഭർത്താവിനെ ആര്? കാമദേവനെ ഭസ്മമാക്കിയപ്പോൾ രതി ശിവനെ തപസ് ചെയ്യുന്നു.
വീണ്ടും കിട്ടാൻ വേണ്ടിയിട്ട്. അതേസമയം തന്നെ ഈ ശംബരാസുരൻ ശിവനെ തപസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ശിവൻ പ്രത്യക്ഷപ്പെട്ടു. ശംബരാസുരൻ്റെ മുമ്പിലാണ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. അപ്പം ശംബരാസുരൻ തപസ് ചെയ്യുന്ന സമയത്ത് നോക്കിയപ്പോൾ ഇവളെ കണ്ട്, ഇവളും തപസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ഇവളെ ഇഷ്ടപ്പെട്ടു. അപ്പം ശിവൻ ചോദിച്ചു എന്ത് വരാ വേണ്ടതെന്ന്. ഇവളെ ഭാര്യയായിട്ട് വേണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവൻ്റെ ഭാര്യയായത്. ഭാര്യയായപ്പോൾ അവൾ വേറൊരു പേര് സ്വീകരിച്ചിട്ട് ഒരു മായാരൂപമെല്ലാം ധരിച്ചിട്ട് അവനുമായിട്ട് അധികം ബന്ധമൊന്നും ഇല്ലാതെ അങ്ങനെ കയ്യാണെന്നാണ് പറഞ്ഞു വെക്കുന്നത്. കഥയിൽ ചോദ്യമൊന്നുമില്ല. അപ്പം എന്തായാലും ഭാര്യയായിട്ട് ഇരിക്കുകയാണ്, മായാരൂപത്തിൽ ഇരിക്കുകയാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതെല്ലാം നാരദൻ പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പോഴൊരു വരം കൊടുത്തിട്ടുണ്ട്, നീ ആ വീട്ടിൽ അങ്ങനെ താമസിച്ചു, എന്തായാലും അവിടെ വെച്ചിട്ട് നിന്റെ ഭർത്താവ് അവിടെ എത്തിച്ചേർന്നോളൂ. ശിവൻ ഒരു വരവും കൊടുത്തിട്ടുണ്ട് അവൾക്ക്. അപ്പം അവൾ അതും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അങ്ങനെ പ്രതീക്ഷിച്ചിരിച്ചപ്പോഴാണ് ഈ കുട്ടി മത്സ്യത്തിൻ്റെ വായിൽ നിന്ന് ഇവിടെ കയറി ശംബരാസുരൻ്റെ വീട്ടിൽ എത്തിയിരിക്കുന്നത്, ഇവിടെ കയ്യിൽ എത്തിയിരിക്കുന്നത്. എന്നിട്ടോ അത് നാരദമുനി പറഞ്ഞു കൊടുത്ത കഥയാണ്. അപ്പോൾ ഈ കുട്ടി കൈമൽ കിട്ടിയല്ലോ. അപ്പോൾ ശംബരാസുരനും എല്ലാം കൂടിയിട്ട് പരിപ്പ് കറിയും ചോറും എല്ലാം വെക്കുന്ന അവസരത്തിലാണ് ഈ ശിശുവിനെ കണ്ടപ്പോൾ അവക്ക് കാമം മൂത്തു. ഈ കുട്ടിയോട് നേരെ കാമം മനസ്സിൽ. അപ്പോൾ തന്നെ ആ ശിശുവിൽ പ്രേമം പ്രകടമായി. കാരണം ഇവിടെ ഭർത്താവാണല്ലേ ഇത്. കുട്ടിയായി പോയോണ്ട് എന്ത് ചെയ്യാൻ പറ്റും? വലുതാകുന്നവരെ കഥയിൽ ചോദ്യമില്ല, വലുതാകുന്നവരെ കാത്തിരുന്നാലേ പറ്റുള്ളൂ. അപ്പം കുട്ടിയാക്കിയത് എന്തിനാണെന്ന് വെച്ച്, കുട്ടിയായി പോയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കൃഷ്ണൻ പ്രേമിച്ചിട്ട് സ്വന്തം ഇഷ്ടത്തിന് വിവാഹം കഴിച്ചു. അങ്ങനെ ഒരു വ്യവസ്ഥിതിയിലേക്കാണ് ലോകം പോകുന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും അത് മാറില്ലല്ലോ, കുറച്ച് കാലം എടുക്കും. അതുകൊണ്ടാണ് ഇത് കുട്ടിയായി പോയത്. ഇനി കുട്ടി വലുതായിട്ടുള്ള ഒരു യുവാവെല്ലാം ആകുമ്പോഴാണ് പിന്നെ എല്ലാ അർത്ഥത്തിലും കാമം ജനിപ്പിച്ചുകൊണ്ട് നടക്കുക. അപ്പോൾ കുറച്ച് കാലം പിടിക്കാൻ വേണ്ടിയിട്ട് ഇത് പറഞ്ഞു തന്നേ ഉള്ളൂ. എന്നിട്ട് ഏതാനും കാലം കൊണ്ട് യൗവനാവസ്ഥയിൽ എത്തിയപ്പോൾ ശ്രീകൃഷ്ണപുത്രൻ തന്നെ കാണുന്ന സ്ത്രീജനങ്ങൾക്കെല്ലാം ശൃംഗാര ചേഷ്ടയെ ജനിപ്പിച്ചു. അവൻ കുറച്ചൊരു യുവാവായപ്പോഴേക്ക് പിന്നെ ആ നാട്ടിലെ സ്ത്രീജനങ്ങളിലെല്ലാം കാമം ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെയാണ് അവർ ഇഷ്ടപ്പെട്ട പയ്യന്മാരെ കാണും, പയ്യന്മാരിലും ഉണ്ടാക്കുമല്ലോ, രണ്ടുപേരിലും ഉണ്ടാക്കും, അവർ കെട്ടിയിട്ട് അങ്ങനെ അങ്ങ് ജീവിക്കും. അപ്പോഴാണ് യഥാർത്ഥ ഭാര്യാഭർത്തൃ, അതായത് ആ കാമത്തോടു കൂടിയുള്ള ഭാര്യാഭർത്തൃ ഒരു ഇതുണ്ടല്ലോ, അതപ്പോഴേ ഉണ്ടാവുള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത്. അത് എവിടെയേ ഉണ്ടായിട്ടുള്ളൂ? ഈ കൃഷ്ണൻ്റെ യാദവ കുലത്തിൽ. ഇപ്പുറം തന്നെ കച്ചവടം, എല്ലാം കച്ചവടമാണ്. പണത്തിന് വേണ്ടിയാണ് പെണ്ണ് കെട്ടുന്നതും, പണത്തിന് വേണ്ടി ഭർത്താവിനെ തല്ലിക്കൊള്ളുന്നതും പണത്തിന് വേണ്ടി എല്ലാം കണ്ടിട്ടില്ലേ പേപ്പറിൽ? ചാക്കിലെല്ലാം കെട്ടിക്കൊണ്ടുപോകുന്നതെല്ലാം എന്തുകൊണ്ടാണ്? എല്ലാം പണത്തിനടിസ്ഥാനമുള്ള ഒരുതരം എഗ്രിമെൻ്റ്, കച്ചവടം, ഒരുതരം അഡ്ജസ്റ്റ്മെൻറ്റ്. ഇതെല്ലാമാണ് ദാമ്പത്യം. അതല്ല വേണ്ടത്. അപ്പം ഇതെല്ലാം അടിച്ചു പൊളിച്ചിട്ടുള്ള ഒരു വ്യവസ്ഥിതിയാണ് അപ്പുറത്ത് കൃഷ്ണൻ പാരലായിട്ട് ലോകത്തിൻ്റെ ഒരു വശത്ത് കൊണ്ടുപോകുന്നത്. അല്പകാലം കൊണ്ട് യൗവനം വഹിച്ചപ്പോൾ അവിടുത്തെ സ്ത്രീകളിലെല്ലാം, അപ്പോഴാണ് അവരിൽ കാമം ജനിക്കുന്നത്. ഇപ്പം സ്ത്രീകളൊന്നും കാമമൊന്നുമല്ല. ജോലി കിട്ടുമ്പോൾ ഇനിയിപ്പോൾ ജോലി നോക്കി അങ്ങനെയുള്ള വിവാഹത്തിലാണ് അച്ഛനമ്മമാർ കെട്ടിപ്പിടിച്ച് വിടുന്ന ആ കാലഘട്ടത്തിൽ. ഇത് ഏത് കാലഘട്ടത്തിലാണ്? കൊളോണിയലിസം കഴിഞ്ഞ കാലഘട്ടമാണ്. നല്ല അച്ഛനമ്മമാരെ കുറിച്ച് കെട്ടുന്ന തന്നെ കാര്യം. അതും പിന്നെ ചുമന്ന് നടന്നോളുക. ഒരുതരം എഗ്രിമെൻ്റ്, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. അല്ലാതെ അവരവരുടെ ഇഷ്ടത്തിന് ഇപ്പോൾ ഇഷ്ടപ്പെട്ട് കിടക്കുന്നത് ചിലപ്പോൾ ഒന്നുമില്ലാത്ത ഒരു, ചിലപ്പോൾ പല പിച്ചക്കാരത്തിയായിരിക്കും. കാണുമെന്തോ നോക്കിയപ്പോൾ ഈ ഇതേമാതിരി കണ്ണിൻ്റെ വർണ്ണനയെല്ലാം പറയുന്നില്ല, മയിൽപ്പീലി കണ്ണെന്ന്. ഒരു പിച്ചക്കാരി അതിൽ പോകുമ്പോൾ ആ മയിൽപ്പീലി കണ്ണ് അതിൽ ആകർത്തിയായാൽ കെട്ടാൻ പറ്റുമോ? പിച്ചക്കാരിയാണ്, കെട്ടാൻ പറ്റുമോ?
ഇന്നത് നടക്കില്ല. അന്ന് പിന്നെ അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ഒരേ ലെവലിലാണ്. ഇത് ഭാഗവതം തമാശ പറയുന്നതല്ല, അങ്ങനെയുള്ള ഒരു ലോകത്തിലേക്കാണ് അവസാനം 3-ാം ലോകമഹായുദ്ധത്തിന് ശേഷം, മഹാഭാരത യുദ്ധത്തിന് ശേഷം ലോകം എത്തിച്ചേരാൻ പോകുന്നത്. അതാണ് ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് കൃഷ്ണൻ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്. അപ്പം തന്നെ കാണുന്ന സ്ത്രീജനങ്ങൾക്കെല്ലാം ശൃംഗാര ചേഷ്ടകളെ ജനിപ്പിച്ചു. ഇങ്ങനെ ജോലി എന്താണ്? എല്ലാവരിലും ശൃംഗാര ചേഷ്ടകൾ. പിന്നെ ലോകം പുരോഗമിച്ച് ആ സ്ഥലത്ത് എത്തുമ്പോഴും പിന്നെ ഇനി വലിയ ജോലിയൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, യജ്ഞങ്ങളൊന്നും ചെയ്യേണ്ട. കാരണം എന്താണ്? ശാസ്ത്രം എല്ലാം കണ്ടുപിടിച്ച് എല്ലാം തികഞ്ഞ ജനങ്ങളാണ്. അത് കഴിഞ്ഞ് ഇനി പ്രളയമേ ഉള്ളൂ. അപ്പോൾ ഇനിയുള്ള കാലം കുറച്ച് സൂഹിക്കാനുള്ള കാലഘട്ടമാണ്. ഇതെല്ലാം തന്നെയാണ്. അപ്പം എല്ലാ സ്ത്രീകളിലും ശൃംഗാര ചേഷ്ടകളെ ജനിപ്പിച്ചു. രതീദേവിയാകട്ടെ, അതായത് അവള് താമരമൊട്ടുകൾ പോലുള്ള കണ്ണുകളും അത് സുന്ദരനുമായ സ്വഭർത്താവായ പ്രദ്യുമ്നനെ, അവളുടെ ഭർത്താവല്ല പ്രദ്യുമ്നൻ, അദ്ദേഹത്തിൻ്റെ പുഞ്ചിരിയെ ഓടുകൂടിയ നോട്ടയെല്ലാം കണ്ടപ്പോൾ അവളും അവനെ കാമലീലാഭാവത്തോടു കൂടി സേവിച്ചു. അവനെയും കാമത്തോടു കൂടിയാണ് അവനെ സേവിച്ചത്. അപ്പൊ അവന് പന്തികേട് തോന്നി. കാരണം ഇത് അമ്മയല്ലേ, അവനൊന്നും അറിയില്ലല്ലോ ഹിസ്റ്ററി ഒന്നും. അപ്പം സർവജ്ഞനെങ്കിലും ആ ശ്രീകൃഷ്ണപുത്രൻ അവളോട് പറഞ്ഞു, അമ്മേ, ഭവതിയുടെ ബുദ്ധി മറച്ചായിരിക്കുന്നു. അമ്മ എന്ന നിലവിട്ടു കാമിനിയായി പെരുമാറുകയാണ്. അപ്പം മകന് ഇതത്ര സുഖമായിട്ട്, കാരണം അമ്മയല്ലേ. അപ്പൊ രതീദേവി പറഞ്ഞു, നീ ശ്രീകൃഷ്ണന്റെ പുത്രനാണ്, അല്ലാതെ ഈ ശമ്പരന്റെ പുത്രനൊന്നുമല്ല. നിന്റെ പുത്രൻ, നിന്റെ അച്ഛൻ ശ്രീകൃഷ്ണനാണ്. ശമ്പരാസുരൻ നിന്നെ അപഹരിച്ചു കൊണ്ടുവന്നതാണ്. ഞാൻ ഭവാന്റെ അധികാരപ്പെട്ട പത്നിയാണ്. ഞാൻ എന്ന് പറഞ്ഞാൽ ഭവാന്റെ പത്നിയാണ്. നിന്തിരുവടി കാമദേവനാണ്. പണ്ട് നീ കാമദേവനായിരുന്നു, അന്ന് നിന്റെ പത്നിയായ രതിയാണ് ഞാൻ. ശമ്പരാസുരൻ 10 നാൾ തികയുന്നതിന് മുമ്പ് നിന്നെ വിളിച്ച് സമുദ്രത്തിൽ എറിഞ്ഞു, മത്സ്യം വിഴുങ്ങി, അങ്ങനെയെല്ലാം ഇവിടെ ചെന്നിട്ട് ഇവിടെ എത്തിച്ചേർന്നതാണ്. അല്ലാതെ ഞാൻ നിന്റെ അമ്മയൊന്നും അല്ല. നിന്റെ അമ്മമാരാണ് കൃഷ്ണന്റെ ഭാര്യ രുക്മിണി, ഞാൻ നിന്റെ ഭാര്യ തന്നെയാണ്. പിന്നെ നീ ഇപ്പം ചെറുതായി ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? അത് പറഞ്ഞില്ലേ, ഇവിടെ വലുതായല്ലേ. എനിക്ക് നേരിടുവാനും കീഴടക്കുവാനും പ്രയാസമായ ആത്മാവിനെ വലയം ചെയ്തിരിക്കുന്ന മായയെ സമ്മോഹനം എന്ന മായയാൽ ഒഴിവാക്കിയാൽ, അതുകൊണ്ട് നിന്റെ മനസ്സിനെ ഇപ്പം മായ മൂടിക്കെട്ടിയിട്ടാണ് നിനക്കിത് ഞാൻ അമ്മയാണെന്നെല്ലാം തോന്നുന്നത്. അപ്പം നീ എന്ത് വേണം? ഇതിനെ, ആ മായയെല്ലാം സമ്മോഹനം എന്ന മായാവിദ്യയാൽ നീ ഒഴിവാക്കണം. എന്നിട്ട് പഴയ അവസ്ഥയിലേക്ക്, മന്മഥനാണ് ഞാൻ രതിയാണ്, മന്മഥനാണ് ഞാനെന്ന് നീയും, അല്ല കാമദേവനാണ് ഞാനെന്നും രതിയാണ് ഞാനെന്നുമുള്ള നിലയിലേക്ക് നീ സമ്മോഹനം എന്ന മായാവിദ്യയാൽ ഒഴിവാക്കിയെടുക്കണം. ദുഃഖിതയും പുത്രസ്നേഹത്താൽ വ്യാകുലമായ ഭവാന്റെ മാതാവ് അവിടെ ദുഃഖിതയായിട്ടിരിക്കുകയാണ്. കുറേ കാലം കാണാതായിട്ട് അടിച്ചു കൊണ്ടുപോയതാണ്. എവിടാന്നൊന്നും ഒരു പിടിയുമില്ല. കുട്ടി പിരിഞ്ഞതുപോലുള്ള ദുഃഖം കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിന്റെ അമ്മ അവിടെ. അല്ലാതെ ഞാൻ നിന്റെ അമ്മയൊന്നും അല്ല. മായാവതിയായ രതീദേവി ഇപ്രകാരം പറഞ്ഞ് പ്രഭാവശാലിയായ പ്രദ്യുമ്നന് മായകളെ നശിപ്പിക്കുവാനുള്ള മഹാമായ എന്ന വിദ്യ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ആ മായയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മഹാമായ എന്ന വിദ്യയെല്ലാം പറഞ്ഞു കൊടുത്തു. ഇതെല്ലാം കഥയിൽ ഓരോന്ന് വെച്ച് എങ്ങനെയൊക്കെ പറഞ്ഞ് ഒപ്പിക്കണ്ടേ. ആശയത്രയേ ഉള്ളൂ. കൃഷ്ണൻ്റെ കാലഘട്ടത്തിൽ യഥാർത്ഥ പ്രേമം കാമദേവൻ ആക്റ്റീവാകുന്നത്, രതിയും കാമദേവനും
ആക്റ്റീവായിട്ട് എല്ലാവരിലും കാമം ജനിപ്പിച്ചിട്ട് അവരവർക്ക് ഇഷ്ടമുള്ള കല്യാണം കഴിച്ചു പോകും. അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ ഒന്ന് തന്നെ കല്യാണത്തെപ്പറ്റി തന്നെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. ബലരാമൻ്റെ കല്യാണം നടന്നു എന്ന് പറഞ്ഞങ്ങ് വിടിയാണ് ചെയ്തത്. അവരെ കൃഷ്ണനും പിന്നെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ടങ്ങ് വിടിയാണ് ചെയ്തത്. അതിനു മുമ്പിൽ അങ്ങനെയല്ല. കല്യാണത്തെപ്പറ്റിയുള്ള ചടങ്ങുകളെപ്പറ്റിയും എന്തെല്ലാം എല്ലാം വേദമന്ത്രങ്ങൾ ഉരുവിടുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് ആര് രുക്മിണിക്ക് ശിശുപാലന് അത് പലതാണ് മുറ. പക്ഷേ കൃഷ്ണൻ്റെ കാലം വരുമ്പോൾ കല്യാണം അവരവർക്ക് ഇഷ്ടമുള്ള കല്യാണം കഴിക്കുന്നു എന്ന നിലയിൽ പറഞ്ഞു കൊടുക്കുക. കാരണം വേദവ്യാസൻ എല്ലാത്തിനെയും പിടിച്ച് വ്യാഖ്യാനിച്ചു വിടുന്ന വേദവ്യാസൻ എന്നാൽ പിന്നെ കൃഷ്ണനും രുക്മിണിയും തമ്മിലുള്ള വിവാഹത്തെപ്പറ്റി പൊടിപ്പും തൊങ്ങലും വെച്ച് അവിടെ കാറ്റുണ്ടായിരുന്നു. ഒന്നും പറഞ്ഞില്ലല്ലോ. വേറെ ഇനി എവിടെയെങ്കിലും പറയുന്നുണ്ടോ എന്നുള്ള വേറെ കാര്യം. എന്നാലും ഓരോ സ്ഥലത്തും റിപ്പീറ്റ് ചെയ്യുന്ന സ്വഭാവമുണ്ട് ആർക്ക് വേദവ്യാസന്. പക്ഷേ ബലരാമൻ്റെ കല്യാണം ഒരു ചുക്കും പറഞ്ഞ അങ്ങ് പറഞ്ഞു വിട്ടു. അതുമാതിരി കൃഷ്ണൻ്റെയും ആ രുക്മിണീനെ വഴി പോലെ കെട്ടി. അത്രയേ ഉള്ളൂ. നമുക്കിതെല്ലാം കൊട്ടിഘോഷിച്ച് ആഘോഷിച്ച് എന്തെല്ലാം ചടങ്ങുകളാണ് കല്യാണത്തിന്. അതാണ് ആദ്യത്തേൽ കാണിച്ചത്. ശിശുപാലനുമായിട്ടുള്ള കല്യാണത്തിന് എന്തെല്ലാം അച്ഛനെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇവിടെ ഒരു ചുക്കില്ല. പിന്നെ യഥാർത്ഥ സ്നേഹം ഇഷ്ടപ്പെടുക, അവർ തമ്മിൽ ജീവിച്ചു പോകുക, അതല്ലാതെ പിന്നെ ഇതിൽ കൂടുതൽ എന്താണ്? അത്രയും ലളിതമാണ് ഇനിയുള്ള കാലങ്ങളിൽ. മൂന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം, മഹാഭാരത യുദ്ധത്തിന് ശേഷം അങ്ങനെയുള്ള ഒരു ലോകമാണ്, വസുദേവ കുടുംബമാണ് ലോകത്തിൽ ഉണ്ടാകുന്നത്. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ പറ്റില്ല. കാരണം ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ മനുഷ്യരെ പലതായി തരംതിരിച്ച് വെച്ചിരിക്കുകയാണ്. ഭേദഭാവത്തിലോട്ടെയാണ് ഈ ലോകം പോകുന്നത്. ആ ഭേദഭാവമില്ലാതെ ഒരു രാജ്യമാണ് ഭാഗവതം കൃഷ്ണനിലൂടെ പറഞ്ഞുകൊണ്ടുവരുന്നത്. അവിടെ യഥാർത്ഥ സ്നേഹമെല്ലാം ഉണ്ടാവുകയുള്ളൂ. ഉടൻ പ്രത്യുഗ്നൻ ശംഭരാസുരനെ സമീപിച്ച് എന്ത് ചെയ്തു? അദ്ദേഹത്തെ കണ്ഠമാനം എന്ത് ചെയ്തു? പൊറുക്കാൻ വയ്യാത്ത തരത്തിൽ ആക്ഷേപ വാക്കുകൾ ചൊരിഞ്ഞു. എന്നിട്ട് അവനോട് യുദ്ധത്തിന് കയറി വരാൻ പറഞ്ഞു. കാരണം ഇവനെ അടിച്ചു കൊണ്ടുപോയതല്ലേ, അതുകൊണ്ട് യുദ്ധത്തിന് കയറി വരാൻ പറഞ്ഞു. അപ്പോഴവൻ കാലുകൊണ്ട് ചവിട്ടപ്പെട്ട സർപ്പത്തെ പോലെ ശംഭരാസുരന് ദേഷ്യം വന്നു. കോപത്താൽ ചുവന്ന കണ്ണുകളോടുകൂടി കയ്യിലുള്ള ഗദയെടുത്തിട്ട് അവൻ്റെ നേരെ എറിഞ്ഞു. പ്രത്യുഗ്നനാകട്ടെ ഗദയെടുത്തിട്ട് അവൻ്റെ ഗദ കൊണ്ട് മറ്റേനെ തടുത്തിട്ട് ഈ ഗദയെടുത്ത് അങ്ങോട്ടേക്ക് എറിഞ്ഞു കൊടുത്തു. അപ്പോൾ ആ മായാവിയായ ആ അസുരൻ ആകാശത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞു. ഇവൻ ഗദയെടുത്ത് എറിഞ്ഞപ്പോൾ അവൻ ആകാശത്തിലേക്ക് ഉയർന്നിട്ട് ആകാശത്ത് മറഞ്ഞിരുന്നു കൊണ്ട് പ്രത്യുഗ്നന്റെ നേരെ ശരങ്ങളെല്ലാം എടുത്ത് പ്രയോഗിച്ചു. അപ്പോൾ ആ എന്തെല്ലാം തരത്തിലുള്ളതാണ്? അവൻ മായാരൂപിയാണ്. അപ്പം ആ മായാരൂപിയായ അവനെ രുക്മിണി പുത്രൻ അവനെ നേരിടാൻ വേണ്ടിയിട്ട് മഹാവിദ്യയെല്ലാം പ്രയോഗിച്ചു. എന്തെല്ലാം വിദ്യ? ഈ ഗന്ധർവന്മാർ, പിശാചുക്കൾ, മൂലാവരെയെല്ലാം നേരിടുന്ന തരത്തിലുള്ള മായാവിദ്യകളെല്ലാം പ്രയോഗിച്ചിട്ട് അവയെല്ലാം അദ്ദേഹത്തിൻ്റെ എല്ലാ ആയുധങ്ങളെയും നശിപ്പിച്ചു. മൂർച്ചയുള്ള വാളുകൊണ്ട് പിന്നെ എന്ത് ചെയ്തു? അവൻ്റെ ചെമ്പിച്ച തലമുടിയും കിരീടവുമുള്ള അവൻ്റെ തലയെ ഛേദിച്ചു. അപ്പോഴേക്ക് ദേവന്മാരെന്ത് ചെയ്യും? അവിടുന്ന് പുഷ്പവൃഷ്ടി നടത്തും. പിന്നെ അവൻ ആകാശചാരിയായിട്ട് രതിദേവിയോടും കൂടിയിട്ട്, ഭാര്യയോടും കൂടിയിട്ട് ആകാശമാർഗത്തിൽ ദ്വാരകാപുരിയിലേക്ക് പോയി. അവർ രണ്ടുപേരും, രതിയും പ്രത്യുമ്നനും. ഇനി തൂമിന്നലിനോടൊത്തിച്ച് കാർമേഘം പോലെ ആകാശത്തിൽ നിന്ന് പത്നിയോടുകൂടി പ്രത്യുപ്നൻ
അസംഖ്യം ശ്രീരത്നങ്ങൾ നിറഞ്ഞ ഉത്തമ ആ പുരിയിലേക്ക് കടന്നു ചെന്നു. അപ്പോൾ അവൻ്റെ രൂപം പറയുകയാണ്: മേഘശ്യാമള വർണ്ണം, പീതാംബരം, ചുവന്ന കവിട്, അഴകാർന്ന പുഞ്ചിരി, കുറുനിര, പിന്നെ ഇവയോടുകൂടിയ പ്രത്യുപ്നൻ. കുറേ പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണന്റെ ഏകദേശം അതേ രൂപമെല്ലാം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യുപ്നനെ ശ്രീകൃഷ്ണൻ എന്നോർത്ത് ലജ്ജിച്ച് ശ്രീജനങ്ങൾ അവിടെ ഒളിച്ചു നിന്നു. ഇവൻ വരുന്ന കണ്ടപ്പോൾ ഇത് ശ്രീകൃഷ്ണനാണ് എന്ന് തോന്നിക്കുന്ന മാതിരി അവിടെയുള്ള ശ്രീജനങ്ങളെല്ലാം കണ്ടപ്പോൾ ലജ്ജയോടുകൂടി ഒളിച്ചു നിന്നു എന്നാണ് പറയുന്നത്. കണ്ടാ അതേ ശ്രീകൃഷ്ണൻ തന്നെ. ആ കാലത്തിൻ്റെ പ്രത്യേകതയാണല്ലോ. അപ്പം കൃഷ്ണനായാലും എല്ലാം അതേ കാലത്തിൻ്റെ രൂപം തന്നെ. കൃഷ്ണൻ തന്നെയാണ്, അതിൻ്റെ അംശം തന്നെയാണ് ആര്? ഈ കാമങ്ങൾ ജനിപ്പിക്കുന്ന ശക്തിവിശേഷവും. പിന്നെ ശ്രീജനങ്ങൾ ചില വ്യത്യാസങ്ങൾ മൂലം അത് കൃഷ്ണനല്ലെന്ന് മനസ്സിലാക്കി. പിന്നെ ശരിക്കും സൂക്ഷിച്ച് എല്ലാം നോക്കിയപ്പോൾ ചില കാര്യത്തിൽ മാത്രം ചെറിയ വ്യത്യാസമുണ്ട്. അത് സ്ത്രീകൾ കണ്ടുപിടിച്ചു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് കൃഷ്ണനല്ല. പിന്നെ സന്തോഷത്തോടെ ആ ശ്രീരത്നങ്ങളെല്ലാം ഓടിക്കൂടി ആ യുവാവിൻ്റെ സമീപത്തേക്ക് എത്തി. 30. അപ്പോൾ ആ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ രൂപത്തെ വർണ്ണിച്ചുവല്ലോ. കടാക്ഷത്തോടും മധുര ഭാഷണത്തോടും കൂടിയ രുക്മിണി ദേവി സ്നേഹം കൊണ്ട് ചുവന്ന സ്തനങ്ങളോടുകൂടി, അപ്പോൾ കടാക്ഷത്തോടുകൂടിയും മധുര ഭാഷണത്തോടും കൂടിയ രുക്മിണി ദേവി അവിടെ എത്തി ഇവൻ്റെ അടുത്തേക്ക്. രുക്മിണി ആരാണ്? മാതാവ്. അപ്പം മാതാവ് എത്തിയപ്പോൾ സ്നേഹം കൊണ്ട് ചുരന്ന സ്തനങ്ങളോടുകൂടി സുപുത്രനെ ഓർത്തുപോയി. അപ്പം സ്നേഹം കൊണ്ട് ചുരന്ന സ്തനങ്ങളോടുകൂടി ഇവനെ കണ്ടപ്പോൾ അവക്ക് പണ്ട് നഷ്ടപ്പെട്ട പുത്രനെയാണ് പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വന്നത്. ആ ചെന്താമരക്കണ്ണനായ അവൻ ആരായിരിക്കും? എന്നിട്ട് അവൾ ചിന്തിക്കുകയാണ്, ആ ചെന്താമരക്കണ്ണൻ, ഇവനും ചെന്താമരക്കണ്ണനായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, ഇവൻ ആരായിരിക്കും? ആരുടെ പുത്രനായിരിക്കും? ഏത് സ്ത്രീയിൽ ജനിച്ചവനായിരിക്കും? എന്നിട്ടോ ഇവന്റെ കൂടെയുള്ള ഈ പെൺകുട്ടി ആരായിരിക്കും? എന്നിട്ട് 32 പറയുകയാണ്, എൻ്റെ ഒരു മകനും ഇവിടെ നിന്ന് ആരോ അടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്, പണ്ട് കട്ടുകൊണ്ടുപോയിട്ട് ഉണ്ട്. അവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവനും ഏകദേശം ഇതേ പ്രായം തന്നെ തോന്നും. അവൾ ചിന്തിക്കുകയാണ്, പണ്ട് എൻ്റെ ഒരു കുട്ടിയെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഈ പ്രായം ഏകദേശം അവനുണ്ടെങ്കിൽ ഈ പ്രായം തന്നെയാണ്. അപ്പം അതുപോലെ തന്നെയാണ് ഇത് കാണുമ്പം തോന്നുന്നത്. ആകാരം, ശബ്ദം, ചിരി, നോട്ടം എന്നിവയെല്ലാം ശ്രീകൃഷ്ണന്റെ അതേ രൂപത്തിൽ തന്നെ ഇരിക്കുന്ന ഇവൻ ആരായിരിക്കും? ചിലപ്പോൾ അവൻ തന്നെ ആയിക്കൂടായില്ലല്ലോ. എൻ്റെ ഗർഭത്തിൽ ജനിച്ചവൻ തന്നെ ഇവനായെന്ന് വരാം. കാരണം കണ്ടിട്ട് കൃഷ്ണനെ പോലെ തന്നെയുണ്ട്. പിന്നെ അതുകൊണ്ട് പ്രായമെല്ലാം ഏകദേശം സമമാണ്. ഇവനിൽ എനിക്ക് അഗാധമായ സ്നേഹം വന്നുപെടുകയാണ്. ആ കുട്ടീനെ കണ്ടപ്പോൾ ഇവൾക്ക് പെട്ടെന്ന് ഭയങ്കര സ്നേഹം. അതേസമയം തന്നെ എൻ്റെ ഇടത്തെ കൈ തുടിക്കുകയും ചെയ്യുന്നു എന്ന് പറയുകയാണ്. അത് ഇടത്തെ കൈ തുടിക്കുന്ന കാര്യം നല്ലൊരു ലക്ഷണമാണെന്നുള്ളതല്ല. അപ്പം അവനോട് വലിയ സ്നേഹം തോന്നി. അപ്പോൾ അവളുടെ ഇടത്തെ കൈ തുടിക്കുകയും ചെയ്തു. ഇപ്രകാരം അവൾ ചിന്തിച്ചു കൊണ്ടിരിക്കെ 35 ശ്രീകൃഷ്ണ ഭഗവാൻ ദേവകിയോടും വസുദേവരോടും കൂടി അവിടെ വന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ശങ്കിച്ച് നിൽക്കുമ്പോഴാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ദേവകിയോടും വസുദേവരോടും കൂടി അവിടെ വന്നത്. 36 ശ്രീകൃഷ്ണന്റെ കാര്യമെല്ലാം ഗ്രഹിച്ചെങ്കിലും ഒന്നും മിണ്ടിയില്ല. ശ്രീകൃഷ്ണന് കാര്യങ്ങളെല്ലാം മനസ്സിലായി, പക്ഷെ ഒന്നും മിണ്ടാതെ നിന്നു.
അപ്പോൾ നാരദൻ അവിടെ വന്നിട്ട് ഗന്ധർവൻ തട്ടി കൂട്ടിക്കൊണ്ടുപോയ സംഗതികളെല്ലാം പറഞ്ഞു കൊടുത്തു. കൃഷ്ണനൊന്നും പറയാൻ പോയില്ല, നാരദൻ വന്നിട്ടാണ് എല്ലാം പറഞ്ഞു കൊടുത്തത്. ആ വലിയ വാർത്ത കേട്ട് 37 കുറെ കാലമായി കാണാതിരുന്ന മരിച്ചുപോയ ആൾ തിരിച്ചു വരുന്നത് പോലെ, കുറേ കാലമായിട്ട് കാണാതെയല്ലേ, മരിച്ച ആൾ തിരിച്ചു വരുന്നത് പോലെ ആ ശ്രീ പ്രദ്യുമ്നനെ കണ്ട് എല്ലാ അന്തഃപുരവാസികളും ആഹ്ലാദിച്ചു. നഷ്ടപ്പെട്ടുപോയ കുട്ടി തിരിച്ചു വന്നപ്പോൾ എല്ലാ അന്തഃപുരവാസികളും ആഹ്ലാദിച്ചു. ദേവകി, വസുദേവർ, കൃഷ്ണൻ, ബലരാമൻ, അന്തഃപുരവാസികൾ, പിന്നെ രുക്മിണി എന്നിവരെല്ലാം ആ ദമ്പതികളെ ആശ്ലേഷിച്ചു, എന്നിട്ട് അനുഗ്രഹിക്കുകയും ചെയ്തു. എന്നിട്ട് ഇനി 39 പറയുകയാണ്, ദ്വാരകാവാസികൾ കൈവിട്ടുപോയ പ്രത്യുമ്നനെ വീണ്ടും തിരിച്ചു കിട്ടിയതായിട്ട് അറിഞ്ഞിട്ട് അവർ ഇപ്രകാരം തമ്മിൽ പറഞ്ഞു. എന്ത് ആശ്ചര്യം! കുമാരൻ മരിച്ചുപോയ ആൾ തിരിച്ചു വരുന്നത് പോലെ ഇതാ വന്നിരിക്കുന്നു. ഇനി 40 അപ്പം പ്രദ്യുമ്നന്റെ വർണ്ണനയാണിത്. പ്രദ്യുമ്നനെ വീണ്ടും കണ്ട് അച്ഛനോട് രൂപസാദൃശ്യമുള്ള ആ കുമാരനെ കണ്ടു കഴിഞ്ഞാൽ അച്ഛൻ്റെ അതേ രൂപസാദൃശ്യം തന്നെയാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് പറ്റുന്നു? സ്വഭർത്താവായ ശ്രീകൃഷ്ണനാണെന്ന് ഭാവനയോടെ ഭവിച്ച അദ്ദേഹത്തിൻ്റെ അമ്മമാരെല്ലാം, ഇവൻ്റെ അമ്മമാർ പോലും കൃഷ്ണനാണെന്ന് ഭാവന ചെയ്യുന്ന തരത്തിലാണ് അവൻ്റെ രൂപമുള്ളത്. അപ്പം അവർക്ക് പോലും ഒരു വല്ലാത്ത മധുര വികാരപരിധിയായിട്ട് ഏകാന്തമായ ഒരു സ്ഥലത്ത് അങ്ങനെ ഒറ്റക്കങ്ങനെ മൂലക്ക് നിന്നു എന്നാണ് പറയുന്നത്. കാരണം കണ്ടു കഴിഞ്ഞാൽ കൃഷ്ണൻ്റെ അതേ രൂപം തന്നെ. അപ്പം ഭർത്താവിൻ്റെ മാതിരിയുള്ള ലജ്ജയ വികാരങ്ങളെല്ലാം വരികയാണ് ഇവനെയും കൂടി കാണുമ്പോൾ. കാരണം ഇവനും കാമത്തിൻ്റെ ആളാണ് കക്ഷി, ഇവനാണ് കാമം ജനിപ്പിക്കുന്ന കക്ഷി. അതാണല്ലോ കാമദേവനാണല്ലോ ഈ ഇതായിട്ട് വന്നിരിക്കുന്നത്. കൃഷ്ണൻ്റെ രൂപം അത് തന്നെയാണ്. അപ്പം അതിന് കൃഷ്ണന് പിന്നെ എല്ലാ ആക്ടിവിറ്റീസും ഉണ്ട്. ഇവൻ പിന്നെ കാമദേവൻ്റെ ആക്ടിവിറ്റീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അമ്മമാർക്ക് പോലും ശ്രീകൃഷ്ണൻ്റെ അതേ രൂപസാദൃശ്യമുള്ളത് കൊണ്ട് അമ്മമാർക്ക് പോലും ഒരു ചെറിയ എന്തല്ലോ മധുര വികാരഭരിതയായിട്ട് ഒരുമാതിരി ഒതുങ്ങി നിന്നു എന്നാണ് പറയുന്നത്. അതിൽ ആശ്ചര്യമില്ല, കാരണം അത്രയും രൂപസാദൃശ്യമാണ്. ശ്രീകൃഷ്ണന്റെ നേർ പകർപ്പായവനും നിനച്ചാൽ തന്നെ മനസ്സിളക്കുന്നവനും. ഇവൻ ശ്രീകൃഷ്ണന്റെ നേർ പകർപ്പാണ്, നിനച്ചാൽ തന്നെ മനസ്സിളകിപ്പോകും. അക്കാര്യത്തിൽ കൃഷ്ണനെ കണ്ടിയും നനച്ചാൽ മതി. ഇവൻ്റെ മനസ്സൊന്ന് ഇളക്കണം, ഇവളെ മനസ്സൊന്ന് ഇളക്കണം എന്നൊന്ന് നിരീക്ഷിച്ച് ഒന്ന് നിശ്ചയിച്ചാൽ തന്നെ മനസ്സെല്ലാം ഇളകിപ്പോകും. ആയ ആ കാമദേവൻ നേത്രരൂപിയായിരിക്കുമ്പോൾ അന്യസ്ത്രീകൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കേണ്ടതുണ്ടോ എന്ന് പറയുകയാണ്. ഇവൻ അങ്ങനത്തെ കക്ഷിയാണ്. അപ്പം ഇവനെ കാണുമ്പം തന്നെ, ഇവൻ്റെ കണ്ണിലേക്കൊന്ന് നോക്കുമ്പം തന്നെ സ്ത്രീകളുടെ കാമെല്ലാം നേത്രരൂപിയായിരിക്കുമ്പോൾ തന്നെ, നേത്രരൂപത്തിൽ അല്ലെ വിഷയമായിട്ട് കണ്ണുമായിട്ട് വിഷയിപ്പിച്ച കാര്യമായിരിക്കുമ്പോൾ തന്നെ, അതായത് അവൻ്റെ കണ്ണിലേക്ക് നോക്കുമ്പോൾ തന്നെ അന്യ സ്ത്രീകൾക്ക് എന്ത് സംഭവിക്കുമെന്ന് ചോദിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ കാമം ജനിപ്പിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ സ്ത്രീകൾക്ക് ഇവൻ്റെ കണ്ണിലേക്കൊന്ന് നോക്കിയാൽ തന്നെ മതി, എന്തായിത്തീരും? അവർ കാമത്തിന് അടിമപ്പെട്ടു പോകും. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ കാലഘട്ടത്തിലാണ്
യഥാർത്ഥത്തിൽ കാമം ആക്റ്റീവായിട്ട് വരുന്നത് ഏത് കാലഘട്ടത്തിൽ? നമ്മൾ ഈ പറയുന്നതൊന്നും ചെറിയൊരു നിസ്സാര കാര്യമായിട്ടൊന്നും കാണേണ്ടതല്ല. ഇന്ന് യഥാർത്ഥത്തിൽ കാമമൊന്നും ഇല്ല. ദാമ്പത്യം എന്ന് പറഞ്ഞാൽ ഒരു കച്ചവടം. പണമെല്ലാം നോക്കി, ജാതിയും മതമെല്ലാം നോക്കിയിട്ട്, സ്റ്റാറ്റസും എല്ലാം നോക്കിയിട്ട് അങ്ങ് കെട്ടി വലിച്ച് നടക്കുകയാണ്. അല്ലാതെ ആരും ഇഷ്ടപ്പെട്ട് ഓരോ ആൾക്കും മനസ്സിനൊരു സങ്കല്പം ഉണ്ടാവും. അത് വെച്ചിട്ടൊന്നും ഈ ലോകത്തിൽ ജീവിക്കാനൊന്നും പറ്റില്ല. അത് അച്ഛനമ്മ ഇത് ഈ ലോകമല്ല, എപ്പോഴത്തെ ലോകമാണ്? കൊളോണിയലിസം കഴിഞ്ഞ ആ കാലഘട്ടത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കി. അന്നുള്ള പെൺകുട്ടികൾക്ക് എന്താ ഇതാണുള്ളത്? ഒരധികാരവും ഇല്ല. അച്ഛനമ്മമാർ തീരുമാനിക്കുന്നതെന്ന് ചിലപ്പോൾ 2-3 കെട്ടിയ ആളെ ആയിരിക്കും പിടിച്ച് തലയിൽ വെച്ച് കൊടുക്കുക. അങ്ങനത്തെ ഒരു കാലഘട്ടമെല്ലാം ആയിരുന്നു അത്. പക്ഷേ കൃഷ്ണൻ്റെ ഈ യുഗത്തിലേക്ക് വരുമ്പോൾ കാമത്തിനാണ് പ്രാധാന്യം. കാരണം എല്ലാം തികഞ്ഞ മനുഷ്യൻ, എല്ലാം സ്വതന്ത്രനാണ്. ഒരു ഉച്ചനീചത്വങ്ങളുമില്ല. എല്ലാവരും സ്വതന്ത്രനാണ്. എല്ലാവർക്കും ജീവിക്കുവാനുള്ള വകുപ്പും ഉണ്ടെങ്കിൽ പിന്നെ അവിടെ ഏത് വികാരമാണുള്ളത്? ഈ സ്നേഹം തന്നെ, നിസ്വാർത്ഥമായ സ്നേഹം തന്നെ. അവരവർക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ കണ്ട് കെട്ടിയിട്ട് സുഖമായിട്ട് ജീവിക്കും. ആ തരത്തിലങ്ങ് പോകും. അപ്പോഴാണ് യഥാർത്ഥ കാമമെല്ലാം മനുഷ്യരുടെ ശരിയായ സ്വഭാവങ്ങൾ വെളിച്ചത്ത് വരുന്നത്. ഈ ഭേദഭാവങ്ങൾ ഒഴിവാക്കിയാൽ മാത്രമേ ഉള്ളൂ. അപ്പോഴേ മനുഷ്യൻ മനുഷ്യനായി തീരുകയുള്ളൂ. നമ്മളെല്ലാം ഭേദഭാവങ്ങൾ വെച്ച് പലതരമായിട്ട് ആളെ കാണുമ്പോൾ, ചിലവരെ കാണുമ്പോൾ നമുക്ക് എന്തെല്ലാമായിട്ട് തോന്നും. ചിലവർ കാണുമ്പോൾ ഇവൻ വലിയ ദിവ്യനാണെന്ന് തോന്നും. ഇതെല്ലാം എന്തുകൊണ്ടാണ്? ഈ ഭേദഭാവങ്ങൾ. അതെല്ലാം എല്ലാവർക്കും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ, എല്ലാവർക്കും നല്ല ഭക്ഷണം കഴിക്കാൻ, നല്ല വസ്ത്രങ്ങൾ ധരിക്കാൻ, പഠിക്കേണ്ടവർക്ക് പഠിക്കാൻ, മറ്റുള്ളവരുടെ താല്പര്യമുള്ള വിഷയത്തിലേക്കും പോകാനെല്ലാം ഉള്ള ഒരാളാണെങ്കിലും ഓരോ ആളും അവരുടെ നിലയിൽ ഷൈൻ ചെയ്യും. അങ്ങനെയുള്ളൊരു വ്യവസ്ഥിതിയാണ് നമുക്ക് ആവശ്യം, ഭേദഭാവങ്ങളില്ലാതെ. ഒരു തോട്ടത്തിൽ എല്ലാതരം പൂവ് ആവശ്യമുണ്ട്. പച്ചപ്പൂവുണ്ടെങ്കിൽ അത് നല്ല അട്രാക്ഷൻ ആയിരിക്കും. കാരണം പച്ചപ്പൂ അധികം കുറവാണ്. അപ്പോൾ ഒരു ചെടിയിൽ നല്ല പച്ചപ്പൂ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ വില എത്രയായിരിക്കും എന്നറിയാം ഇന്നത്തെ കാലത്ത്. അത് വിലയിൽ, ഇവിടെ വിലയല്ല ഞാൻ പറയുന്ന. അപ്പോൾ വ്യത്യസ്ത തരത്തിലാണ് ആൾക്കാരിലും, ഓരോ ആളിലും അവരിൽ ഓരോ കഴിവുകളുണ്ട്. ആരും ആരെക്കാട്ടിയും മോശമെന്നില്ല. ഒരുത്തൻ്റെ മൂക്ക് നല്ലതാണെങ്കിൽ മറ്റവൻ്റെ മൂക്ക് മോശമായിരിക്കും, പക്ഷേ അവൻ്റെ കണ്ണ് നല്ലതായിരിക്കും. അങ്ങനെ ഓരോ ആളിലും അവൻ്റേതായ ചില ഗുണവിശേഷങ്ങളുണ്ട്, ദോഷങ്ങളുമുണ്ട്. അങ്ങനെയാണ് മനുഷ്യരെ സൃഷ്ടിക്കുന്നത്. ആരും മോശമോ നല്ലോ ഒന്നുമല്ല, എല്ലാത്തിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. പക്ഷെ അങ്ങനെയുള്ളൊരു സമൂഹം ഉണ്ടാകുമ്പോഴേ അതിന് ആ നിലയിൽ മനുഷ്യനെ വിലയിരുത്തുകയും എല്ലാം ചെയ്യുകയുള്ളൂ. അങ്ങനെയുള്ളൊരു ലോകമാണ് കൃഷ്ണൻ വിഭാവന ചെയ്യുന്നത്, ഭാഗവതം പറഞ്ഞുകൊണ്ടുവരുന്നത്. അതാണ് 4 യുഗങ്ങളിലൂടെ അവസാനം ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. എപ്പോഴ്? മഹാഭാരത യുദ്ധത്തിന് ശേഷം, 3-ാം ലോകമഹായുദ്ധത്തിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന ലോകം അങ്ങനെയായിരിക്കും. വസുദേവ കുടുംബം അതിൻ്റെ ഒരു മാതൃകയാണ്. കൊളോണിയലിസത്തിന് ശേഷം ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് വസുദേവ കുടുംബമായിട്ട് കൃഷ്ണൻ ഉണ്ടാക്കി എടുക്കുന്നത്.